ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്ന് നമ്മൾ വളരെ ടേസ്റ്റോട് കൂടിയുള്ളൊരു മുട്ട അവിയലിൻ്റെ റെസിപ്പി ആയിട്ടാണ് ഇന്ന് വന്നിരിക്കുന്നത്. അതിനുവേണ്ടി ഞാൻ കുറച്ച് വെജിറ്റബിൾസ് എടുത്തിട്ടുണ്ട്. കിഴങ്ങ് എടുത്തിട്ടുണ്ട്, വഴുതനങ്ങ, മുരിങ്ങയ്ക്ക, ക്യാരറ്റ്, തക്കാളി, പച്ചമുളക്, സവാളയാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ നമ്മുടെ ഇഷ്ടമുള്ള വെജിറ്റബിൾസ് എല്ലാം നമുക്ക് എടുക്കാം. നമുക്ക് ഇന്ന വെജിറ്റബിൾസ് വേണമെന്ന് യാതൊരു നിർബന്ധമില്ല. കിഴങ്ങ് മാത്രമുള്ളെങ്കിൽ അത് മാത്രം മതിയാകും. പിന്നെ കുറച്ച് തേങ്ങ, ചെറിയ ജീരകം, പിന്നെ പച്ചമുളക്, ചുവന്നുള്ളി, പിന്നെ പേരിന് മാത്രം ഒരു പിഞ്ച് വലിയ ജീരകം എടുത്തിട്ടുണ്ട്. അപ്പോൾ വലിയ തേങ്ങയാണെങ്കിൽ അരമുറി മതി. ഇപ്പോൾ എൻ്റെ ചെറിയ തേങ്ങ ആയതുകൊണ്ട് ഞാനൊരു 3/4 ഭാഗം എടുത്തിട്ടുണ്ട്. പിന്നെ ഒരു പാൻ അടുപ്പേ വെച്ച് നമുക്കതിലേക്ക് ആവശ്യത്തിന് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്തിട്ട് ഈ മുരിങ്ങയ്ക്ക് ഇട്ട് കൊടുത്ത് 2-3 മിനിറ്റ് ഒന്ന് വഴറ്റിയെടുത്ത ശേഷം 2 മിനിറ്റ് നമുക്കൊന്ന് മൂടി വെച്ച് വേവിക്കാം. ഒരു 2 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്കതിലേക്ക് ബാക്കിയുള്ള വെജിറ്റബിൾസും കൂടി ഇട്ട് കൊടുക്കാം. അപ്പോൾ ഞാനതിലേക്ക് തക്കാളി ഒഴിച്ച് ബാക്കിയെല്ലാം ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. തക്കാളി ഒരു 3/4 ഭാഗം വെജിറ്റബിൾ വെന്ത ശേഷം മാത്രമാണ് നമ്മൾ ചേർത്ത് കൊടുക്കുന്നത്. വെജിറ്റബിൾസ് എല്ലാം ഇട്ട് കൊടുത്ത് നമുക്കൊരു 5 മിനിറ്റ് ഒന്ന് എണ്ണയ്ക്കകത്തിട്ടൊന്ന് ഇളക്കിയെടുക്കാം. ഇങ്ങനെ ചെയ്യുമ്പോഴാണ് നമ്മുടെ ഈ മുട്ട അവിയൽ നല്ല ടേസ്റ്റ് കിട്ടുന്നത്. മുട്ട അവിയൽ തന്നെയല്ല, അവിയൽ നമ്മൾ ഇതുപോലെ വെക്കുമ്പോഴാണ് നല്ല ടേസ്റ്റ് കിട്ടുന്നത്. ഒരു 5 മിനിറ്റ് അടച്ച് വെച്ച ശേഷം നമുക്കിനി ഇതിലേക്ക് തക്കാളി ചേർത്ത് കൊടുക്കാം. അപ്പോൾ 3/4 ഭാഗം വെന്ത് വന്നിട്ടുണ്ട്. അപ്പം നമുക്ക് തക്കാളി ചേർത്ത് കൊടുക്കാം. എന്നിട്ട് ഇതിലേക്ക് നമുക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നല്ലതുപോലെ ഇളക്കി ഒന്നെടുക്കാം. എന്നിട്ട് നമുക്ക് അതിലേക്കൊരു പിഞ്ച് മഞ്ഞൾപ്പൊടി ചേർത്തെടുക്കാം. ഈ സമയത്ത് ഇതിലേക്ക് കുറച്ച് മഞ്ഞൾപ്പൊടി മാത്രമേ ചേർത്ത് കൊടുക്കാവൂ. നമ്മളിനി തേങ്ങ അരയ്ക്കാൻ നേരത്ത് മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്, കുറച്ച് മാത്രം ചേർത്ത് കൊടുത്താൽ മതി. ഈ സമയത്ത് ഇനി നല്ലതുപോലെ ഇളക്കി കൊടുത്ത ശേഷം നമുക്കിതിലേക്ക് നല്ല ടേസ്റ്റ് കിട്ടാൻ വേണ്ടി പച്ച പറങ്ങാണ്ടിയുടെ പരിപ്പാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ ഈ ഒരു സീസൺ ആയതുകൊണ്ട് എല്ലായിടവും കിട്ടും. അപ്പോൾ ഇവിടെ ഉള്ളതുകൊണ്ടാണ് ഞാൻ എടുത്തിട്ടുള്ളത്. നിങ്ങളുടെ ഇല്ലെങ്കിൽ ചേർത്ത് കൊടുക്കേണ്ട ആവശ്യമൊന്നുമില്ല. ഇത് ചേർത്ത് കൊടുക്കുമ്പോൾ ഒന്നുകൂടെ ഒരു ടേസ്റ്റ് കിട്ടും. അതിനുവേണ്ടി മാത്രമാണ് ചേർത്ത് കൊടുക്കുന്നത്, നിർബന്ധമൊന്നുമില്ല. അപ്പോൾ നമുക്ക് നന്നായിട്ടൊന്ന് ഇളക്കിയെടുത്ത ശേഷം വീണ്ടും ഒരു 5 മിനിറ്റ് ഒന്ന് മൂടി വെച്ചൊന്ന് വേവിക്കാം. അപ്പം നല്ലതുപോലെ ഒന്ന് ഇളക്കിയെടുത്തിട്ടുണ്ട്. ഒരു 5 മിനിറ്റ് മൂടി വെച്ച് വേവിക്കാം. ആ സമയം കൊണ്ട് നമുക്ക് ഇതിനുള്ള അരപ്പൊക്കെ ഒന്ന് ഒതുക്കിയെടുക്കാം. ഒരുപാട് അരച്ചെടുക്കരുത്, ഇതുപോലെ ഒന്ന് ചതച്ചെടുത്താൽ മാത്രം മതിയാകും. നമുക്കിനി ഇതൊന്ന് തുറന്ന് നോക്കിയിട്ട് ഇതിലേക്ക് നമുക്കൊരു 1/4 കപ്പ് ചൂടുവെള്ളം കൂടെ ഒഴിച്ച് കൊടുക്കാം. അപ്പോൾ ഒന്നും കൂടെ ഇതിന്ന് വെന്ത് കിട്ടും. അതിന് വേണ്ടിയാണ് ഒരു 1/4 കപ്പ് ചൂടുവെള്ളം ഒഴിച്ച് കൊടുക്കുന്നത്. അത് നിങ്ങൾക്ക് ഇതുപോലെ വഴറ്റാൻ സമയമില്ലെങ്കിൽ നമ്മൾ വെജിറ്റബിൾസ് വെക്കാൻ നേരത്ത് ഇച്ചിരി വെള്ളം ഒഴിച്ച് കൊടുത്ത് വെജിറ്റബിൾസൊക്കെ ഒന്ന് വേവിച്ചെടുത്താൽ മതിയാകും. അപ്പോൾ നമ്മളിത് എണ്ണയ്ക്കകത്തുനിന്ന് വഴറ്റിയെടുക്കുമ്പോഴാണ് ഇതിന് കൂടുതലൊരു ടേസ്റ്റ് കിട്ടുന്നത്. അപ്പോൾ നിങ്ങൾക്ക് പറയാതെ തന്നെ അറിയാമല്ലോ, നമ്മളെ വെളിച്ചെണ്ണയ്ക്കകത്തിട്ട് വഴറ്റിയെടുക്കുമ്പോൾ അതിൻ്റേതായിട്ടൊരു രുചി കാണും. അപ്പോൾ നമ്മൾ അരപ്പൊക്കെ ഇട്ട് നന്നായിട്ടൊന്ന് ഇളക്കിയെടുക്കാം. ഇനി ഇതിലേക്ക് ഉപ്പ് വേണം നോക്കിയിട്ടൊക്കെ ഉപ്പ് ചേർത്ത് കൊടുക്കാവുന്നതാണ്. അരപ്പെല്ലാം ഇട്ട് കൊടുത്ത് നന്നായിട്ടൊന്ന് ഇളക്കിയെടുത്ത ശേഷം ഞാൻ അതിലേക്ക് കുറച്ച് ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ ഉപ്പൊക്കെ നോക്കിയിട്ട് നിങ്ങളുടെ ആവശ്യത്തിന് ഉപ്പൊക്കെ ചേർത്ത് കൊടുക്കുക. അപ്പോൾ നന്നായിട്ടൊന്ന് ഇളക്കിയെടുത്ത ശേഷം നമുക്ക് ഈ അരപ്പൊന്ന് വേകാൻ വേണ്ടി 2-3 മിനിറ്റ് ഒന്ന് അടച്ച് വെക്കാം. 2-3 മിനിറ്റ് അടച്ചു വെച്ച ശേഷം നമുക്ക് തുറന്ന് നോക്കാം. ഈ സമയത്ത് നമുക്കിതിലേക്ക് കറിവേപ്പില വേണമെന്നുണ്ടെങ്കിൽ ചേർത്ത് കൊടുക്കാം. എൻ്റെ ഇല്ലാത്തതുകൊണ്ട് ഞാൻ ചേർത്ത് കൊടുക്കുന്നില്ല. നിങ്ങളുടെ ഉണ്ടെങ്കിൽ ചേർത്ത് കൊടുക്കുമ്പോൾ ഒന്നും കൂടെ ടേസ്റ്റ് ആയിരിക്കും. അപ്പോൾ നമ്മുടെ അവിയൽ ഇച്ചിരി ഡ്രൈ ആയിട്ടാണ് വന്നിട്ടുള്ളത്. അതിലേക്ക് ഞാനൊരു 1/4 കപ്പ് ചൂടുവെള്ളം കൂടെ ഒഴിച്ച് കൊടുത്ത് ഒന്ന് ഇളക്കിയെടുത്ത ശേഷം അടച്ച് വെക്കാം. ആ സമയം കൊണ്ട് ഞാൻ ഇതിലേക്ക് 4 മുട്ട പുഴുങ്ങി എടുത്തിട്ടുണ്ടായിരുന്നു. അത് നമുക്ക് അതിൻ്റെ തോടൊക്കെ കളഞ്ഞ് നടുകയൊന്ന് കീറിയെടുക്കാം. അപ്പോൾ നമ്മുടെ അവിയൽ ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഒരുപാട് ഡ്രൈ ആയി കിട്ടാതിരിക്കാൻ വേണ്ടിയാണ് അതിലേക്കൊരു 1/4 കപ്പ് വെള്ളം ഒഴിച്ച് കൊടുത്തിട്ടുള്ളത്. ഈ ഒരു പരുവത്തിൽ വേണം നമുക്ക് അവിയൽ കിട്ടാൻ വേണ്ടി. ഇനി നമുക്ക് ലാസ്റ്റായിട്ട് അതിൻ്റെ മുകളിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കാം. അപ്പോൾ നല്ലൊരു ടേസ്റ്റും നല്ലൊരു മണവുമാണ്. അപ്പോൾ വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്ത് നന്നായിട്ടൊന്ന് ഇളക്കിയെടുത്ത ശേഷം നമ്മുടെ അവിയൽ ഇതുപോലെ ഒന്ന് നിരത്തി കൊടുത്ത ശേഷം അതിൻ്റെ നടുവശത്തായിട്ട് നമ്മൾ ഈ മുട്ടയൊക്കെ ഇതുപോലെ ഒന്ന് വെച്ച് കൊടുക്കണം. ഇനി അതിൻ്റെ മുകളിലേക്ക് നമ്മൾ ഇതുപോലെ ഒന്ന് വെച്ച് കൊടുക്കുക. അപ്പോൾ നല്ലൊരു മണവും നല്ല ടേസ്റ്റും കിട്ടും. ഈ ഒരു മുട്ടയുടെ മഞ്ഞക്കുരുവിൻ്റെ ഒക്കെ നല്ല അടിപൊളി ടേസ്റ്റും കൂടിയാണ്. അപ്പോൾ ഇതുപോലെ വെച്ച് കൊടുത്ത ശേഷം നമുക്ക് 2-3 മിനിറ്റ് മൂടി വെച്ച ശേഷം ഫ്ലെയിം ഓഫ് ചെയ്യാം. അപ്പോൾ നമ്മുടെ മുട്ട അവിയൽ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇതിന് ഒരുപാട് സമയമൊന്നും ആകത്തില്ല. വെളിച്ചെണ്ണയ്ക്കകത്തിട്ടൊന്ന് വഴറ്റിയെടുക്കുന്ന താമസം മാത്രമേ ഉള്ളൂ. അപ്പോൾ നമ്മുടെ 2-3 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ മുട്ട അവിയൽ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇതുപോലെ നമ്മൾ മുട്ടയൊക്കെ ഒന്ന് ഉടഞ്ഞു പോകാത്ത രീതിയിൽ ഒന്ന് ഇളക്കിയെടുക്കുക. അപ്പോൾ വളരെ ടേസ്റ്റി ആയിട്ടുള്ള മുട്ട അവിയൽ നിങ്ങൾ തീർച്ചയായിട്ടും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. തണുത്തതിന് ശേഷം നമുക്കിത് വേറൊരു പാത്രത്തിലേക്ക് മാറ്റാം. ഈ റെസിപ്പി എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെങ്കിൽ ഫ്രണ്ട്സിനൊന്ന് ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായങ്ങൾ മറക്കാതെ കമൻറ്റ് ബോക്സിൽ അറിയിക്കുക. അതുപോലെ തന്നെ നമുക്ക് ഈ അവിയൽ മാത്രം മതി, ചോറിനാൻ വേറെ കറിയുടെ ഒന്നും ആവശ്യമില്ല.
വളരെ ടേസ്റ്റാണ്. ഇത് കുട്ടികൾക്കാണേലും വലിയവർക്കാണേലും ഒരുപാട് ഇഷ്ടമാകും. അപ്പോൾ നിങ്ങൾ തീർച്ചയായിട്ടും ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ. നിങ്ങളുടെ അഭിപ്രായങ്ങൾ മറക്കാതെ കമൻറ്റ് ബോക്സിൽ അറിയിക്കണേ. അപ്പോൾ വീണ്ടും ഒരു പുതിയ റെസിപ്പിയായിട്ട് നമുക്ക് വീണ്ടും കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ് ബൈ ഉണ്ണിക്കിച്ചൂസ് കറി വേൾഡ്. ബൈ.